നമസ്കാരം. മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു. അധ്യായം 9. വീടും പറമ്പും വാങ്ങിത്തന്നിട്ട് അത് മുതലാക്കുകയാണെന്ന് മനസ്സിൽ പോലും ഓർക്കരുത്. എനിക്ക് 3 വർഷത്തെ സാവകാശം മാത്രം നീ തന്നാൽ മതി. 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ മടക്കി തന്നിരിക്കും. അല്പനേരം അവൾ മിണ്ടാതെ ഇരുന്നു. എന്താ നീ മറുപടി തരാത്തത്? മധുസാർ ഒരിക്കലും എന്നോടിത് ചോദിക്കാൻ പാടില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു ബന്ധമാ നമ്മൾ തമ്മിലുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും മധുസാറിന് എന്നെയും എൻ്റെ മോളെയും വേണ്ടെന്ന് വയ്ക്കാം. ഇങ്ങോട്ട് വരാതിരുന്നാൽ മാത്രം മതി. ഞങ്ങൾ അന്വേഷിച്ചു വരില്ല. ഇന്നുവരെയുള്ള എൻ്റെ സമ്പാദ്യം എന്തുറപ്പിൽ ഞാൻ എടുത്തു തരും? എനിക്കോ മധുസാറിനോ നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അവൾ ഭയക്കുന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. താൻ മരിച്ചുപോയാൽ അവളുടെ പണം നഷ്ടപ്പെടും. തന്നെയുമല്ല, മോളുടെ കാര്യത്തിൽ ദീർഘവീക്ഷണത്തോടെ തന്നെ ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവളെ IELTS എക്സാമിനു വേണ്ടി കോച്ചിങ്ങിന് അയക്കുന്നത് ആ ലക്ഷ്യം മനസ്സിൽ വെച്ചാണ്. ഭാഗ്യം കൊണ്ട് എക്സാമിൽ പാസ്സാവാൻ കഴിഞ്ഞാൽ അവളെ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അയച്ചു പഠിപ്പിക്കാം. അവിടെ തന്നെ ജോലി കിട്ടിയാൽ അവൾക്കവിടെ സെറ്റിൽഡ് ആവാം. റിട്ടയർമെൻറ്റിന് ശേഷം എനിക്കും അവളുടെ കൂടെ പോകാം. അതല്ലാതെ വാർദ്ധക്യത്തിൽ എന്നെ സംരക്ഷിക്കാൻ മധുസാറിന് കഴിയുമോ? ഇപ്പോഴത്തെ സൗന്ദര്യം ചോർന്നുപോയി കഴിഞ്ഞാൽ എനിക്ക് ആശ്രയം എൻ്റെ മകൾ മാത്രമാണ്. മധുസാറും വീട്ടിലൊതുങ്ങും. ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ചതുപോലെ ആരും ഒന്നും അറിയാതെ തന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. അവിടെ അവൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അച്ഛൻ്റെ ആവശ്യമൊന്നും വേണ്ടല്ലോ. ഇതെൻ്റെ ഒരു സ്വപ്നം മാത്രമാണ്. നടക്കുമോ എന്നറിയില്ല. ഞാൻ പണം കരുതി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. വീട് വാങ്ങിത്തരാമെന്ന് മധുസാർ പറഞ്ഞിട്ടും എൻ്റെ സമ്പാദ്യത്തിൽ തൊടാതിരുന്ന കാരണവും അതാ. ഞാൻ ആ പണം മറ്റൊരു കാര്യത്തിന് എടുക്കില്ല. വരദ തുറന്നു പറഞ്ഞു. വരദ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക ചെലവൊന്നും വിദേശത്തയച്ചു പഠിപ്പിക്കുന്നതിന് വരില്ല. മാത്രമല്ല, സ്റ്റുഡൻറ്റിനും ബാങ്ക് ലോണും കൊടുക്കുന്നുണ്ട്. പഠിക്കുന്നതിനൊപ്പം അവൾക്കവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാം. ബാങ്ക് ലോൺ അടഞ്ഞു പോകും. വരദ അതൊരു വലിയ വിഷയമായി കാണുകയേ വേണ്ട. ഒരു ഗവൺമെൻറ് എംപ്ലോയി അല്ലേ നീ, അതും സെൻട്രൽ ഗവൺമെൻറ്. ബെഡിൽ നോക്കി വരദ കുനിഞ്ഞിരുന്നു. എന്നെ നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ ഈടുതരാനും തയ്യാറാ. കാരണം നാളെ കഴിഞ്ഞ് സ്വർണം എടുക്കണം. അവൾ മെല്ലെ മുഖമുയർത്തി. മധുസാർ എന്ത് ഈടുതരാനാ ഉദ്ദേശിക്കുന്നത്? ചൂണ്ടപുനയിൽ കോർത്തു വലിച്ചതുപോലെയായിരുന്നു അവളുടെ നോട്ടം. 50 ലക്ഷത്തിന് ഈടുതരാൻ എൻ്റെ കയ്യിലുള്ളത് താമസിക്കുന്ന വീട് മാത്രമാ. പക്ഷേ സുജാതയുടെ പണം കൊണ്ടാ വീട് പണിതത്. പണം ആരുടേതോ ആയിക്കോട്ടെ, വീടിൻ്റെ പറമ്പിൻ്റെ അവകാശം മധുസാറല്ലേ? അതെ. ആരും വിഡ്ഢികളാവാൻ ആഗ്രഹിക്കില്ല. ബന്ധങ്ങൾക്ക് വിലയുണ്ടെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. 50 ലക്ഷം രൂപ വായ്പ വാങ്ങുമ്പോൾ ആളുകൾ ചെയ്യാറുള്ള ഫോർമാലിറ്റീസ് വെച്ച് മധുസാർ എഴുതിത്താ. ആധാരവും തരണം. ഞാൻ 50 ലക്ഷം രൂപ തരാം. നമുക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ കുട്ടി ഒന്നുമില്ലാത്തവളാകരുത്. ആ കടലാസ് കാണിച്ചാൽ മധുസാറിൻ്റെ ബന്ധുക്കൾ പണം മടക്കി കൊടുക്കും. എൻ്റെ മോൾക്ക് അങ്ങനൊരു ഉറപ്പ് ഞാൻ ഉണ്ടാക്കി വയ്ക്കണ്ടേ? നിന്റെ ഭയം ഞാൻ തള്ളിക്കളയുന്നില്ല. കടപ്പത്രം എഴുതിയ മുദ്രപത്രം കയ്യിൽ കിട്ടിയിട്ടേ ഞാൻ ചെക്ക് തരൂ. ശരി, നിന്റെ വിശ്വാസത്തിന് വേണ്ടി ഞാനത് തരാം. ഇനി മറ്റൊരാളിൻ്റെ അടുത്തേക്ക് ചെന്നാലും ഇത്രയും വലിയ തുകയ്ക്ക് അവർ ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാ. എനിക്കെൻ്റെ മകളുടെ വിവാഹം നടത്താതിരിക്കാൻ കഴിയില്ലല്ലോ. വരദയിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഒരിക്കലും മധുചന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഭംഗിവാക്ക് എന്ന രീതിയിലാണ് ഈട് തരുന്ന കാര്യം പറഞ്ഞത്. അവൾ സ്വന്തം ഭാഗം സേഫാക്കാൻ നോക്കുന്നു. അയാൾ അവളുടെ കരം കവർന്നു. വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. ഞാൻ തരുന്ന പണം മധുസാറ് ചെലവഴിക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടാ. ഞാനത് എൻ്റെ മോൾക്കായി സ്വരുക്കൂട്ടി വെച്ച പണവും. അയാൾ കൈ പിൻവലിച്ചു. നിന്റെ പണത്തിൻ്റെ വില എനിക്കറിയാം. ഞാനിപ്പോൾ തന്നെ മടങ്ങിപ്പോവുകയാണ്. നീ ആവശ്യപ്പെട്ട ഡോക്യുമെൻസുമായി ഞാൻ രാത്രി മടങ്ങി വരാം. മധുചന്ദ്രൻ ബെഡിൽ നിന്നിറങ്ങി. ബെഡിൽ ഒരു കൈ മുന്നിലേക്ക് കുത്തിയിരുന്ന വരദ ഗൂഢമായി ചിരിച്ചു. സുജാത ഉറങ്ങുന്ന വീടിൻ്റെ ആധാരം ഇനി വരദയുടെ ഷെൽഫിലിരിക്കും. കുറഞ്ഞത് 3 വർഷം.
സോന ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറിയതും സന്തോഷമൊക്കെ പാർന്നുപോയി. മുറ്റത്ത് അച്ഛൻ്റെ കാർ കാണാനില്ല. സാധാരണ അച്ഛൻ വന്നാൽ പുറത്തൊന്നും പോകാറില്ല. പോകുന്നത് അമ്മയ്ക്കൊപ്പം അമ്മയുടെ കാറിലാണ്. അമ്മേ, ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ സിറ്റൗട്ടിൽ കയറി. വരദ വാതിൽ തുറന്ന് മുഖം കാണിച്ചു. അച്ഛൻ പോയോ? ഒരാവശ്യത്തിന് തിരിച്ചു പോയതാ. സന്ധ്യയ്ക്ക് മടങ്ങി വരുമെന്നാ പറഞ്ഞത്. ബാഗ് ടീപ്പോയിൽ എറിഞ്ഞിട്ട് അവൾ സെറ്റിയിൽ ചെന്ന് വീണു. അച്ഛനോട് ഓരോന്ന് പറഞ്ഞ് അമ്മ വിഷമിപ്പിച്ചു കാണും. അല്ലേലും എന്നാണ് അമ്മ സന്തോഷത്തോടെ അച്ഛനെ സ്വീകരിക്കുന്നത്? അവൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് വരദയ്ക്ക് തോന്നി. അവൾ സോനയുടെ അടുത്തിരുന്നു. നിന്റെ അച്ഛൻ വന്നത് നമ്മളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. മോളുടെ കല്യാണം മോടിയോടെ നടത്താൻ ആ മനുഷ്യൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. എന്നോട് പണം ചോദിക്കാനാ വന്നത്. അവളെ കെട്ടിച്ചുവിടാൻ ധൃതി കാണിച്ചു ഞാൻ വെട്ടിലായി. അവിശ്വസനീയതയോടെ സോന അമ്മയെ നോക്കി. 1-2 ലക്ഷമല്ല വേണ്ടത്, 50 ലക്ഷം രൂപയാ. മോൾക്ക് 150 പവൻ്റെ പൊന്നെടുക്കാനും വിവാഹം നടത്താനും. എന്നുവെച്ചാൽ 1/2 കോടി രൂപ ഞാൻ കൊടുത്താൽ വിവാഹം നടക്കും. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? അവൾ ജിജ്ഞാസ കാണിച്ചു. വരദ അവളെ ഗൂഢമായി ഒന്ന് നോക്കി. പറയേണ്ടത് ഞാനല്ല, നീയാ. ഇന്നുവരെയുള്ള എൻ്റെ മുഴുവൻ സമ്പാദ്യമാ ബാങ്കിലുള്ളത്. നിന്റെ പഠിപ്പിനും വിവാഹത്തിനും ഞാൻ ഉണ്ടാക്കി വെച്ചതാ അത്. അതെടുത്ത് അങ്ങേരുടെ മോളുടെ കല്യാണത്തിന് കൊടുക്കണോ? 3 വർഷത്തെ സാവകാശമാ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ വിദേശത്ത് നിന്നെ അയച്ചു പഠിപ്പിക്കണമെങ്കിൽ ബാങ്കിനെ സമീപിക്കണം. സോന അല്പനേരം ആലോചിച്ചിരുന്നു. മനുഷ്യരുടെ സ്ഥിതിയാ മോളെ. നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ജീവഹാനി തന്നെ ആവണമെന്നില്ല. ഈ പണം നമുക്ക് ആര് തരും? നമ്മൾ ആരോട് പോയി ചോദിക്കും? അവർ നമ്മളെ അടിച്ചോടിക്കും. ഏറ്റവും വലിയ വിഡ്ഢികളായി പോവും നമ്മൾ. അച്ഛനല്ലേ നമുക്ക് ഈ വീടും പറമ്പും വാങ്ങിത്തന്നത്. അതിന് അച്ഛന് വലിയൊരു തുകയായി. അവൾ ആത്മഗതം പോലെ പറഞ്ഞു. അതെനിക്കല്ല, നിനക്ക്. ഒരച്ഛൻ്റെ കടമയല്ലേ അത്. അതുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കണ്ട. അമ്മയുടെ കയ്യിൽ പണമുണ്ടെന്ന് അച്ഛൻ അറിയുന്ന നിലയ്ക്ക് ഇങ്ങനൊരാവശ്യം വന്നാൽ, കൊടുക്കാതിരുന്നാൽ അച്ഛന് ദേഷ്യമാവില്ലേ? അച്ഛൻ ഇങ്ങോട്ട് വരുന്നില്ലെന്നും വരും. അതോടെ നമ്മളെ ഉപേക്ഷിക്കും. പേരിനെങ്കിലും ഇപ്പോൾ ഒരച്ഛൻ എനിക്കുണ്ട്. മനസ്സിലെ ഉത്കണ്ഠ സോന തുറന്നു പറഞ്ഞു. അവിടെയാ ഞാനും പെട്ടുപോയത്. എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അങ്ങേര് 50 ലക്ഷം രൂപ മറിക്കാനോ പലിശയ്ക്കെടുക്കാനോ ഒരു പ്രയാസവുമില്ല. സമ്പാദ്യമൊക്കെ എവിടെ പോയെന്ന് ബന്ധുക്കൾ ചോദിക്കുമെന്ന പേടിയാ. സ്വന്തം പണമെന്ന് പറഞ്ഞു വേണം അങ്ങേർക്ക് മോളുടെ കെട്ടു നടത്താൻ. സോന മൗനിയായി. നീ ആശങ്കപ്പെട്ടതുപോലെ കയ്യിലുണ്ടായിട്ട് കൊടുക്കാതിരുന്നാൽ അച്ഛനിൽ നിന്നിനി നമ്മളൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട. നിന്നെ എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാനും കഴിഞ്ഞില്ല. അമ്മ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോഴാ താമസിക്കുന്ന വീട് ഈട് തരാമെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞത്. വിശ്വാസത്തിന് വേണ്ടി പറഞ്ഞതാണെങ്കിലും ഞാൻ അതിൽ കയറി പിടിച്ചു. വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി 50 ലക്ഷം രൂപ വാങ്ങിയ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കാൻ പോയിരിക്കാം. 3 വർഷത്തേക്ക്. അതല്ലാതെ എന്തുറപ്പിൽ നമ്മൾ പണം കൊടുക്കും? അമ്മ ബുദ്ധി കാണിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛന് നീരസമൊന്നുമില്ലല്ലോ. വരദ ഒന്ന് ചിരിച്ചു. ഉണ്ടായാൽ നമുക്കെന്താ? ഇതൊരു കടിഞ്ഞാണാ മോളെ. ആധാരം നമ്മുടെ കയ്യിലിരിക്കുന്ന കാലത്തോളം നമ്മൾ വിളിക്കുന്ന നിമിഷം ആ മനുഷ്യൻ ഇവിടെ ഓടി വരും. കിടപ്പാടം വരദയുടെ ഷെൽഫിലാണെന്ന് അങ്ങേർക്ക് നല്ല ബോധ്യമുണ്ട്. വരദ എണീറ്റു. നീ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. പിന്നെ നമ്മൾ സംസാരിച്ച കാര്യമൊന്നും നീ അറിഞ്ഞതായി ഭാവിക്കരുത്. അവൾ തലയാട്ടി. ഞാൻ അങ്ങേരുടെ 2ാം കെട്ടുകാരിയല്ലേ. പുറത്തറിഞ്ഞാൽ രഹസ്യക്കാരി. നീ എനിക്ക് പിറന്ന അവിഹിത സന്തതിയും. നമ്മളും ഒട്ടും പിന്നിലല്ലെന്ന് സ്വയം അഭിമാനിക്കാൻ ഇങ്ങനെയും ചിലതൊക്കെ വേണം. നമ്മുടെ ഔദാര്യത്തിലാ അങ്ങേരുടെ ഭാര്യയും മോനും ആ വീട്ടിൽ കിടക്കാൻ പോകുന്നത്. അത് മനസ്സിനൊരു സുഖം തന്നെയാ. വരദ കിച്ചണിലേക്ക് നടന്നു. ഇത്രയൊക്കെ ബുദ്ധിയുണ്ടായിട്ടും സുന്ദരിയായ അമ്മ എങ്ങനെ ഭാര്യയും 2 മക്കളുമുള്ള ഒരാളിൻ്റെ വലയിൽ വീണുപോയെന്ന ആലോചനയിലായിരുന്നു സോന. വീണതല്ല, അയാളെ വീഴ്ത്തിയിട്ട് തൻ്റെ 1 വയസ്സുള്ള മകളുടെ പിതൃത്വം കൂടി ചാർത്തിക്കൊടുത്തതാണെന്ന സത്യം അവൾ അറിയാതെ പോയി. രാത്രി 7 മണിക്ക് മുൻപായി മധുചന്ദ്രൻ തിരിച്ചെത്തി. അലച്ചിലിൻ്റെ ക്ഷീണമൊക്കെ അയാളുടെ മുഖത്തുണ്ടായിരുന്നു. കയറി വന്ന പാടെ അയാൾ സെറ്റിയിലിരുന്നു. അച്ഛൻ ആരെ കാണാനാ പോയേ? അമ്മയോട് ചോദിച്ചപ്പോൾ ഏതോ ഫ്രണ്ടിനെ കാണാൻ ഏറ്റുമാനൂർക്ക് പോയതാണെന്ന് പറഞ്ഞു. ഒന്നും അറിയാത്ത മട്ടിൽ സോന അയാളുടെ അടുത്തിരുന്നു.
ഒരു സുഹൃത്തിനെ കാണാൻ കൂടിയാ ഞാൻ വന്നത്. വരദ ഒരു കപ്പിൽ ചായയുമായി വന്നു. സെറ്റിയിൽ വെച്ചിരുന്ന ഫയൽ അവൾ ശ്രദ്ധിച്ചു. അച്ഛൻ പറയാതെ പോയെന്നുള്ള സങ്കടമായിരുന്നു അവൾക്ക്. ഞാൻ പറഞ്ഞതിപ്പോൾ വിശ്വാസമായല്ലോ. ചായക്കപ്പ് മധുസാറിനു കൈമാറി വരദ പറഞ്ഞു. സോന ചിരിച്ചു. എന്നാൽ നീ ചെന്ന് പഠിക്ക്, അച്ഛൻ ഫ്രഷാവട്ടെ. സോന എഴുന്നേറ്റ് പോയി. വരദ അവിടെ ഇരുന്നു. അയാൾ ചായ കുടിച്ചു തീർത്തു. 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയല്ലേ? ക്ഷമാപണത്തോടെ അവൾ അയാളെ നോക്കി. ആവശ്യം വന്നാൽ ഓടാതിരിക്കാൻ പറ്റുമോ? അയാളുടെ ഉള്ളിൽ പരിഭവമുണ്ടെന്ന് വരദയ്ക്ക് മനസ്സിലായി. ഞാനാണോ? മധുസാറല്ലേ എന്നോട് ഇങ്ങോട്ടത് പറഞ്ഞത്? കേട്ടപ്പോൾ അതൊരു ഉറപ്പായി എനിക്കും തോന്നി. അയാൾ ഫയലെടുത്ത് തുറന്നു. അതിൽ നിന്ന് മുദ്രക്കടലാസ് എടുത്ത് അവൾക്ക് കൊടുത്തു. വായിച്ചു നോക്ക്. അങ്ങനെ വായിച്ചു ബോധ്യപ്പെടേണ്ട കാര്യമൊന്നും എനിക്കില്ല. അയാൾ വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരമെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നീ ആവശ്യപ്പെട്ട എൻ്റെ വീടിൻ്റെ ആധാരം ബാധ്യത തീർക്കുന്നതുവരെ നിന്റെ കയ്യിലിരുന്നോട്ടെ. 2 വർഷത്തെ കാലാവധി വച്ചാ എഴുതിയത്. നിന്റെ ഉത്കണ്ഠ മനസ്സിലാക്കി അതിനു മുൻപേ ബാധ്യത തീർത്തോളാം. പിന്നെ ബാങ്ക് പലിശയും ചേർത്തിട്ടുണ്ട്. പലിശയോ? മധുസാർ എന്താ പറയുന്നത്? അവൾ വലിയ അതിശയം പ്രകടിപ്പിച്ചു. പണം വായ്പ എടുക്കുമ്പോൾ അതും വേണ്ടേ? വീണ്ടും വീട്ടിലേക്ക് ചെന്നപ്പോൾ സുജാതയ്ക്ക് സംശയം തോന്നിയോ? വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു. രാഘവൻ ചേട്ടനെ ക്ഷണിച്ചിരുന്നോ? അല്പം മുൻപ് അയാൾ അന്വേഷിച്ചു വന്നിരുന്നു. നിങ്ങൾക്കൊരു സഹായം ഇവിടെ അയാളല്ലേ? അതല്ലേ അയാളെ വിളിച്ച് സൽക്കരിക്കുന്നത്. മധുസാറ് കുളിച്ച് ഫ്രഷാവ്. അയാൾ ഇപ്പോൾ വരും. മധുചന്ദ്രൻ റൂമിലേക്ക് നടന്നു. വരദ പേപ്പേഴ്സ് ഫയലിലാക്കി. മധുചന്ദ്രൻ റൂമിലേക്ക് പോയി. 10 മിനിറ്റിനുള്ളിൽ മേലുകഴുകി മുണ്ടും ടീഷർട്ടും ധരിച്ച് അയാൾ സിറ്റൗട്ടിൽ വന്നു. അവിടെ ഇരുന്ന രാഘവൻ എഴുന്നേറ്റു. ഇടയ്ക്ക് ഞാനൊന്ന് പുറത്തു പോയിരുന്നു. നമുക്ക് മുറ്റത്തിരിക്കാം. ടീപ്പോയും കസേരകളും രാഘവൻ മുറ്റത്ത് സജ്ജീകരിച്ചപ്പോൾ കാറിൽ നിന്ന് ജോണി വാക്കർ ഫുൾ ബോട്ടിൽ വിസ്കിയും സോഡയും നട്ട്സും മധുചന്ദ്രൻ പുറത്തെടുത്തു. വരദ 2 ഗ്ലാസുകളും വെള്ളവും ഒരു ബോക്സിൽ ഐസ് ക്യൂബുകളും കൊണ്ടുവച്ചു. രാഘവേട്ടൻ ഒരു ലിമിറ്റ് വെക്കണേ, അല്ലെങ്കിൽ സാവിത്രി ചേച്ചി എന്നെയാ പഴി പറയണേ. വരദ ചിരിയോടെ പറഞ്ഞു. സാറ് വരുമ്പോഴേ ഞാൻ തുള്ളി തൊടാറുള്ളൂ. അവൾക്ക് നന്നായിട്ടറിയാം. മോൾ ചെന്നാട്ടെ. അയാൾ നാവുനുടഞ്ഞു. വരദ അകത്തേക്ക് നടന്നു. റൂമിൽ ചെന്നയുടൻ ഫയൽ തുറന്ന് മുദ്രക്കടലാസ് എടുത്ത് സൂക്ഷ്മമായി വരദ വായിച്ചു. പറഞ്ഞതുപോലെ അതിലെഴുതിയിട്ടുണ്ട്. 2 വർഷത്തെ കാലാവധി തന്നെയാണ്. അത് തെറ്റിച്ചാൽ നിയമ നടപടിക്ക് നീങ്ങാം. ആധാരവും അയാൾ വായിച്ചു നോക്കി. സുജാതയ്ക്ക് അതിലൊരു അവകാശവും പറഞ്ഞിട്ടില്ല. സുജാതയുടെ 1,10,00,000 രൂപ ശൂന്യതയിലാണ്. വരദ ആസ്വദിച്ചു ചിരിച്ചു. മധുചന്ദ്രൻ പേരിന് 2 പെഗ് കഴിച്ചതേയുള്ളൂ. ആ സമയത്തിന് രാഘവൻ 4 പെഗ് അകത്താക്കി. മധുചന്ദ്രന് മദ്യപാനം ഒരു ശീലമേ ആയിരുന്നില്ല. സാറിൻ്റെ ജോലിയുടെ സ്വഭാവം വെച്ച് പെട്ടെന്നെങ്ങും ഇങ്ങോട്ടൊരു സ്ഥലമാറ്റം കിട്ടില്ലെന്ന് എനിക്കറിയാം. ആഴ്ചയിൽ വന്നു പോകാനേ പറ്റൂ. എന്നുവെച്ച് സാറിൻ്റെ ഭാര്യയുടെയും മോളുടെയും കാര്യത്തിൽ ഒരു ഉത്കണ്ഠയും വേണ്ട. അവർക്ക് എന്താവശ്യം വന്നാലും ഞാനും എൻ്റെ കുടുംബവും ഉണ്ട്. രാഘവൻ ലേശം കുഴഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. രാഘവേട്ടൻ ഇങ്ങോട്ടൊരു കണ്ണു വേണം. ഭരതയെ അറിയിക്കാതെ തന്നെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ എന്നെ അറിയിക്കണം. അത് സാറ് പ്രത്യേകം പറയണോ? അയാൾ കുപ്പിയെടുത്തു. ഇനി കഴിക്കണ്ട. രാഘവേട്ടൻ ഇത് കൊണ്ടുവയ്ക്കോ. ഞാൻ ചെന്ന് എന്തെങ്കിലും കഴിക്കട്ടെ. അയാൾക്ക് സന്തോഷമായി. എന്നാൽ സാറ് ചെന്നാട്ടെ. കസേരകളൊക്കെ അകത്തു പിടിച്ചിട്ടിട്ടേ ഞാൻ പോകൂ. മധുചന്ദ്രൻ എഴുന്നേറ്റുപോയി. 3 പേരും ഒന്നിച്ചിരുന്നാണ് അത്താഴം കഴിച്ചത്. സുജാത വിളിച്ചില്ലേ? വരദ അന്വേഷിച്ചു. അയാൾ മൂളി. കല്യാണസാരിക്ക് എത്രയായി? അതൊന്നും സംസാരിച്ചില്ല. സോന സംസാരം തുടങ്ങിയപ്പോൾ വരദ പിന്നെ ഒന്നും ചോദിച്ചില്ല. നീരസം ഉള്ളിൽ നിന്ന് പോയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അത് തീർത്തു കൊടുക്കാൻ തനിക്കറിയാം. ബെഡ്റൂമിലൊന്ന് വന്നോട്ടെ. വരദ ഉള്ളാലെ ഊറി ചിരിച്ചു. അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.